ഏറ്റവും അധികം കേട്ടൊരു വിശേഷണം എന്താണെന്ന് വെച്ചാൽ EMSനും കാരാട്ടിനും ശേഷം ജനറൽ സെക്രട്ടറി ആകുന്ന മലയാളി എന്ന് പറയുന്ന ഒരു വിശേഷണം വരുമ്പോൾ ബേബി സാഹിബിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു 3.5 പതിറ്റാണ്ടിനപ്പുറം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ഒരു അനുഭവമുണ്ട്. പാർട്ടിയുടെ വലിയ വലിയ നേതാക്കളുമൊത്ത് പ്രവർത്തിച്ചൊരു വലിയ കാലം, AKജിയുടെ സമര ജീവിതത്തെ മനസ്സിലാക്കിയ ഒരു അനുഭവം, ഇതെല്ലാം അടങ്ങുന്ന ഒരു കാലത്തിൻ്റെ ഒരു അനുഭവവുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ യഥാർത്ഥത്തിൽ മലയാളികൾ അടക്കം അങ്ങനെ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? EMSനും കാരാട്ടിനും ശേഷം MA ബേബി, മലയാളിയായ MA ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, അതൊരു ഉത്തരവാദിത്തമാണ്, അഭിമാനമാണ്. അങ്ങ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? സാങ്കേതികമായ ഒരു ചെറിയൊരു ദശകമുണ്ട്. സഖാവ് പ്രകാശ് കാരാട്ട് കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് അല്ല, മലയാളി എന്ന് പറഞ്ഞാൽ, പക്ഷേ EMSന് ശേഷം കേരളത്തിൻ്റെ എന്ന് പറയുന്നതിന് കുറേ കൂടി അഭികാമ്യം എനിക്ക് തോന്നുന്നു. രണ്ട് ശരിയാണ്. ആ ഭേദഗതി അംഗീകരിച്ചുകൊണ്ടല്ലേ? ശരി, പക്ഷേ ഭേദഗതിപ്പെടുത്തിയ രൂപത്തിലും ഭേദഗതി കൂടാതെ ആയാലും എന്നോട് തീരെ കാരുണ്യമില്ലാത്ത ഒരു നിരീക്ഷണമാണത്. കാരണം EMS ഒരു മഹാമേരുവാണ്. പ്രകാശ് കാരാട്ടിൻ്റെ പ്രാഗൽഭ്യവും പ്രത്യേകതകളും നിങ്ങൾക്കറിയാം. പക്ഷേ സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഈ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, ഇപ്പോൾ ഒരു കുടുംബത്തിലെ പഴയ കാരണവന്മാരൊക്കെ മരിച്ചുപോയി. പ്രകൃതിക്ക് മനുഷ്യൻ്റെ മേലുള്ള വിജയമാണ് മരണം എന്ന് പറയുന്ന പോലെ പുതിയ തലമുറയിൽ വരുന്നവരോട് നിങ്ങൾ ഈ കാരണവരിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ നിങ്ങൾ കുടുംബത്തിൻ്റെ ചുമതല നാഥനായിരിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭയപ്പെടുത്തരുത്. അതുപോലെ ഇപ്പോൾ മലയാളിയായിട്ടുള്ള EMSനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ പാർട്ടി ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ജനറൽ സെക്രട്ടറി ഞാൻ ഓർക്കുന്നു 1974 എന്ന് പറഞ്ഞാൽ എനിക്ക് 20 വയസ്സുള്ളപ്പോൾ കൽക്കട്ടയിൽ വെച്ച് സഭയുടെ 2ാം അഖിലേന്ത്യാ സമ്മേളനം നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് P. സുന്ദരയ്യയാണ്. അപ്പം P. സുന്ദരയ്യയുടെ ഉപദേശം മുതൽ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അവരെല്ലാം ഇങ്ങനെ അവരുടെ തെലങ്കാന സമരത്തിൻ്റെ നായകനായിരുന്നു P. സുന്ദരയ്യ. അപ്പം അവരൊക്കെ ഇരുന്ന ഒരു ഉത്തരവാദിത്വമാണെന്ന് പറയുമ്പോൾ എനിക്ക് പതർച്ചയോടുകൂടി മാത്രമേ ഈ ചുമതല ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊരു ഭാരമായി മാറാതിരിക്കട്ടെ. ഇവരെല്ലാം എത്ര സൂക്ഷ്മതയോടും ഗൗരവത്തോടും കൂടിയാണ് ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചത് എന്നോർത്തുകൊണ്ട് അവർക്കൊന്നും അവരുടെ പേരിനൊന്നും പോറലേൽക്കാത്ത വിധത്തിൽ ഈ ചുമതല നിർവഹിക്കാൻ കഴിയണം എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്.